സർവശക്തനായ ദൈവം ആരാധനയിൽ പ്രസാദിക്കുന്നു. മനുഷ്യൻ കഴിക്കുന്നതായ ആരാധനയെ കാണുവാനും കേൾക്കുവാനും അതിൻ്റെ സൗരഭ്യവാസന മണത്തറിയുന്നതിനുമായി സ്വർഗത്തിൽ നിന്ന് ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ കാണും. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ആരാധനയ്ക്ക് ചട്ടമുണ്ട്. ആരാധന ദൈവം കൽപ്പിച്ചതുപോലെ ആയിരിക്കണമെന്നുള്ള വ്യവസ്ഥയുണ്ട്. വ്യവസ്ഥ പ്രകാരം നടത്തുന്നതായ ആരാധന, ആ ആരാധനയിൽ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെട്ട് വരും. എപ്പോഴാണ് ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെട്ട് വരുന്നത്? അടുത്ത ദിവസങ്ങളിലാണോ? അടുത്ത ആഴ്ചകളിലാണോ? അടുത്ത മാസത്തിലോ വർഷങ്ങളിലോ ആണോ? അല്ലോ അടുത്ത സീസണിലാണോ? അല്ല, ആരാധിക്കുമ്പോൾ തന്നെ, അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെട്ട് വരും. 1 രാജാക്കന്മാർ 18-ാം അധ്യായത്തിൻ്റെ 36-ാം വാക്യത്തിൽ ആരാധന യാഗം കഴിക്കുമ്പോൾ ഏലിയാവ് പ്രാർത്ഥിച്ചതായ ഒരു പ്രാർത്ഥനയുടെ ഒരു ചെറിയ വരികൾ നമുക്കൊന്ന് കേൾക്കാം. അതിങ്ങനെ വായിക്കുന്നു: ആരാധനയ്ക്ക് ഭോജനയാഗം കഴിക്കുന്ന നേരമായപ്പോൾ ഏലിയ പ്രവാചകൻ അടുത്തു ചെന്നു, അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും ഇസ്രായേലിൻ്റെയും ദൈവമായ യഹോവയെ, ഇസ്രായേലിൽ നീ ദൈവമെന്നും ഞാൻ നിന്റെ ദാസനെന്നും ഈ കാര്യങ്ങളൊക്കെയും ഞാൻ നിന്റെ കൽപ്പന പ്രകാരം ചെയ്തു എന്നും ഇന്ന് വെളിപ്പെടുമാറാകട്ടെ. പ്രൈസ് ലോർഡ്, ആമേൻ. നാളത്തെ ദിവസമല്ല വെളിപ്പെടേണ്ടത്, നാം ആരാധിക്കുന്ന സമയത്ത് തന്നെ ആരാധനയുടെ ശക്തി, ദൈവത്തിൻ്റെ ശക്തി നമ്മളിൽ ഉണ്ട് എന്ന് വെളിപ്പെട്ട് വരണം. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ 38-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ഉടനെ യഹോവയുടെ തീ ഇറങ്ങി ഹോമയാഗവും വിറകും മണ്ണും ദഹിപ്പിച്ചു, തോട്ടിലെ വെള്ളവും വറ്റിച്ചു കളഞ്ഞു. അതാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് പ്രഭാതത്തിൽ ചിന്തയ്ക്കായി നമുക്ക് തന്നിരിക്കുന്നതായ ആശയം. ദൈവത്തിൻ്റെ തീ നമ്മിൽ ഇറങ്ങുമ്പോൾ, നമ്മുടെ ആരാധനയിൽ ഇറങ്ങുമ്പോൾ, ഹോമയാഗവും മണ്ണും വിറകും മാത്രമല്ല, തോട്ടിലെ വെള്ളവും വറ്റിച്ചു കളയും. എന്തുകൊണ്ടാണ് തോട്ടത്തിലെ വെള്ളം ദൈവത്തിൻ്റെ തീ വറ്റിച്ചു കളഞ്ഞത്? എന്തായിരുന്നു ആ തോട്ടിലെ വെള്ളം? ഏലിയാവ് യാഗം കഴിക്കുമ്പോൾ നോക്കൂ, വിറകടുക്കി അതിന്മേൽ യാഗവസ്തുക്കളെല്ലാം താൻ വെച്ചതിന് ശേഷം ആ വിറകിന് യാഗപീഠത്തിന് ചുറ്റും 2 സെയ വിത്ത് വിതയ്ക്കത്തക്കതായ ഒരു തോടുണ്ടാക്കി 3 പ്രാവശ്യം വെള്ളമൊഴിച്ചു. എന്താണ് അതിൻ്റെ അർത്ഥം? ദേഹം, ദേഹി, ആത്മാവിൽ ഉള്ളതായ കന്മഷങ്ങൾ മുഴുവനും ആ വെള്ളത്തിൽ ലയിക്കപ്പെട്ട് 2 സെയ വിത്ത് വിതയ്ക്ക് എന്ന് പറഞ്ഞാൽ ആത്മീക ജീവിതത്തിലും ഭൗമിക ജീവിതത്തിലും വരുന്നതായ കന്മഷങ്ങളൊക്കെയും യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ അത് കഴുകപ്പെട്ട് ആ തോട്ടിൽ അത് നിറഞ്ഞു കിടക്കുകയാണ്. ദൈവത്തിൻ്റെ തീ ഇറങ്ങിയപ്പോൾ തോട്ടിലെ വെള്ളം വറ്റിച്ചു കളഞ്ഞു. ഇല്ലായെങ്കിൽ, ആ വെള്ളം വറ്റിച്ചു കളഞ്ഞില്ലായിരുന്നെങ്കിൽ അത് ആകെപ്പാടെ നാറി വൃത്തികേടാകുമായിരുന്നു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ആരാധനയിൽ പാപം പരിഹരിക്കപ്പെടുന്നതെന്ന് മാത്രമല്ല, പാപം മറയ്ക്കപ്പെടുന്നു. അതില്ല, ദൈവം അതിനെ നീക്കിക്കളയുന്നു. 1 യോഹന്നാൻ 1-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ വായിക്കുന്നത്: നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം നമ്മുടെ സകല പാപങ്ങളും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അങ്ങനെ ആ വെള്ളം ദൈവത്തിൻ്റെ ആത്മാവ് വറ്റിച്ചില്ലായിരുന്നുവെങ്കിൽ അത് വലിയ ദുർഗന്ധമുണ്ടാക്കുമായിരുന്നു. നമ്മുടെ പാപങ്ങൾ, നമ്മുടെ ആത്മീക ജീവിതത്തിൽ, ഭൗമിക ജീവിതത്തിൽ നമുക്ക് ധാരാളം കന്മഷങ്ങളുണ്ട്, തോൽവികളുണ്ട്, തകർച്ചകളുണ്ട്. മറ്റുള്ളവരുടെ മുൻപിൽ കേട്ടാൽ ലജ്ജ തോന്നുന്നതായ അനേക പാപങ്ങൾ നമ്മളിൽ നിറഞ്ഞു നിന്നിട്ടുണ്ട്. എന്നാൽ ആരാധനയിൽ ക്രിസ്തുവിൻ്റെ, നമ്മുടെ കർത്താവിൻ്റെ, നാം ഏറ്റുപറയുന്ന നമ്മുടെ കർത്താവിൻ്റെ രക്തം സകല പാപങ്ങളെയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുമ്പോൾ ആ പാപങ്ങളെ മേലാൽ ഓർക്കാതിരിക്കത്തക്കവണ്ണം തോട്ടിലെ വെള്ളം, ദൈവത്തിൻ്റെ തീ ഇറങ്ങി വറ്റിച്ചു കളയും. നമ്മുടെ ആരാധനയിൽ തോട്ടിലെ വെള്ളം വറ്റിപ്പോകുന്നില്ല എങ്കിൽ നാറ്റമാണ്, ആരാധന പൂർണ്ണമല്ല. ദൈവത്തിൻ്റെ ബലാസ്നായ ഏലിയാവ് പറഞ്ഞത്: ഞാൻ നിന്റെ കൽപ്പന പ്രകാരമാണ് ആരാധന കഴിക്കുന്നതെന്ന് സത്യമെങ്കിൽ
അത് നിന്റെ മുൻപിൽ അംഗീകാരമെങ്കിൽ ഇന്ന് അത് വെളിപ്പെട്ട് വരട്ടെ. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, നമ്മുടെ ആരാധനകളിൽ ചില ദിവസങ്ങൾക്ക് ശേഷമല്ല ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെട്ട് വരേണ്ടത്, ആരാധനയിൽ തന്നെ വെളിപ്പെട്ട് വരണം. എന്നാണ് ഈ ആരാധനയെന്ന് നമ്മൾ ചോദിക്കും. കർത്താവിൽ വിശ്വസിക്കുന്നതാണോ ആരാധന? അല്ല. കർത്താവ് കേവലം പലസ്തീൻ നാടുകളുടെ ചില ഊരുകളിലും യെരുശലേമിന്റെ വീഥികളിലുമൊക്കെ കർത്താവ് അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചത് കൊണ്ടാണോ കർത്താവ് പ്രസിദ്ധനായത്? നാം അതുകൊണ്ടാണോ കർത്താവിനെ ആരാധിക്കുന്നത്? യഹൂദന്മാരാലും റോമാൻ പടയാളികളാലും കൊല്ലപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത ഒരു കഥയുടെ പിന്നിലാണോ കർത്താവിനെ നാം ആരാധിക്കുന്നത്? അല്ല. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുന്നതായ അഗ്നിയുടെ അഭിഷേകം നമ്മുടെ ജീവിതത്തെ പുതുക്കി നമ്മെ രൂപാന്തരപ്പെടുത്തുന്ന അനുഭവം നമ്മൾ തന്നെ അനുഭവസ്ഥമാക്കുന്നതിനാലാണ് ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ആരാധനയ്ക്കായി നമ്മുടെ തലകളെ വണക്കുവാൻ നമുക്ക് കൃപ തരുന്നത്. അത് കേവലം പള്ളികളിൽ നിന്നും ആരാധനാലയങ്ങളിൽ നിന്നും കിട്ടുന്നതുമായ ഒരു ഊർജമല്ല. അവിടുത്തെ സംഗീതങ്ങളും ആരാധനക്രമങ്ങളും കുർബാനയും പാട്ടുകളും കൊട്ടുകളും അല്ല ആരാധന എന്ന് പറയുന്നത്. അതൊക്കെയും ഒരു സംഘടനാത്മകമായി ദൈവത്തിൻ്റെ നാമത്തിൽ ഒത്തുചേർന്ന് പാടുന്നതായ ചില പാട്ടുകളുടെ രാഗങ്ങൾ മാത്രമാണ്. അതിനായി ആ സംഘത്തിൽ അല്ലെങ്കിൽ ആ സൊസൈറ്റിക്കൽ മൂവ്മെൻറ്റിനുള്ളതായ ചില വ്യവസ്ഥാപിതമായ ചില നീക്കങ്ങൾ എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളെ നല്ല വഴിക്ക് നേർവഴിക്ക് ചേർത്തുവാൻ അല്ലെങ്കിൽ നയിക്കുവാനുള്ളതായ ഒരു മാർഗനിർദ്ദേശം. എന്നാൽ ആരാധന നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വ്യതിയാനങ്ങൾ ഉണ്ടാകും. എപ്പോഴാണ് വ്യതിയാനം ഉണ്ടാകുന്നത്? ഏലിയാമിൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കൂ. ഇന്ന് വെളിപ്പെട്ട് വരണം. ആരാധനയുടെ സമയം ദൈവത്തിന് നിയമബന്ധിതമായി നടത്തുന്നതായ ആരാധനയാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിലെ സമർപ്പിക്കപ്പെട്ട അനുഭവമാണെങ്കിൽ മനുഷ്യ ജീവിതങ്ങളെ വ്യതിയാനപ്പെടുത്തും, അവൻ്റെ പാപങ്ങളെ മറയ്ക്കും. അവനിലെ നാറ്റം വെച്ചതായ അനേക അനുഭവങ്ങൾ അത് വീണ്ടും ഒരു മനുഷ്യനും കാണത്തക്ക രീതിയിൽ ദൈവം അത് വച്ചേക്കത്തില്ല. അതിലെ വെള്ളം വറ്റിച്ചു കളയും. 2 സെയ വിത്ത് ആത്മീക ജീവിതത്തിലും ഭൗമിക ജീവിതത്തിലും കാണുന്നതായ കൺവെൻഷനുകൾ. നമ്മുടെ ആത്മീക ജീവിതത്തിലും തെറ്റുകളുണ്ട്, ഭൗമിക ജീവിതത്തിൽ തെറ്റുകളേ ഉള്ളൂ, തോൽവികളേ ഉള്ളൂ. എന്നാൽ ആത്മീകമായ ജീവിതത്തിൽ വരുമ്പോൾ ഒരു പൂർണ്ണമാക്കപ്പെട്ട അനുഭവം പലപ്പോഴും നമുക്ക് പ്രാപിക്കുവാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഏലിയാവ് പറയുകയാണ്, കർത്താവേ, നിന്റെ കൽപ്പന പ്രകാരമാണ് ഞാൻ ഇതൊക്കെയും ചെയ്യുന്നതെന്ന് മറ്റുള്ളവർ കാണുവാൻ തക്കവണ്ണം എൻ്റെ നാറ്റപ്പെട്ടതായ ജീവിതങ്ങളെ ഇല്ലായ്മ ചെയ്യണം, മറയ്ക്കണം, എന്നെ ശുദ്ധീകരിക്കണം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം നിന്നെ ഇന്ന് സകല പാപങ്ങളും പോക്കി ശുദ്ധീകരിക്കുവാൻ പര്യാപ്തമാണെങ്കിൽ, അത് നിന്റെ ജീവിതത്തിൽ ഇന്ന് വെളിപ്പെടുന്നുണ്ടെങ്കിൽ, അത് നിന്റെ ഭവനത്തിലെ അനുഗ്രഹമായി അത് മാറും, നിന്റെ തലമുറകളിലെ അനുഗ്രഹമായി മാറും, നിന്റെ സമൂഹത്തിലെ അനുഗ്രഹമായി മാറും. അതാണ് ക്രിസ്തുവിലെ ആരാധനയുടെ പ്രത്യേകത. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന് 14-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ ആരാധനയ്ക്കായി നമുക്ക് തരുന്നതായ ശുദ്ധ മനസാക്ഷിയുടെ പൂർണ്ണത ആരാധന ചട്ടപ്രകാരം ആകുമ്പോൾ ദൈവത്തിന് സ്തോത്രം. വറ്റിക്കപ്പെടാത്തതായ തോട്ടിലെ വെള്ളം നമ്മുടെ ജീവിതത്തിൽ അനേകം അശാന്തികൾ കൊണ്ടുവരുന്നതായിരിക്കാം, അനേക അസ്വസ്ഥതകൾ നമുക്ക് കൊണ്ടുവരും, ദുഷ്പേരുകൾ കൊണ്ടുവരും, അനേക തോൽവികൾ നമ്മുടെ ജീവിതത്തിൽ വീണ്ടും വീണ്ടും ഓർമ്മിക്കപ്പെടുവാൻ ഇടയായിത്തീരും. എന്നാൽ ദൈവത്തിൻ്റെ തീ ഇറങ്ങി നമ്മുടെ ആരാധനയുടെ ശക്തിയാൽ, ആരാധനയുടെ അഭിഷേകത്തിൽ ആ തോട്ടിലെ വെള്ളം വറ്റിച്ചു കളയുന്നതെങ്കിൽ അത് മേലാൽ ആരും ഓർക്കാതിരിക്കത്തക്കവണ്ണം അതിനെ ദൈവം ശുദ്ധീകരിക്കുന്നു, അതിനെ മായ്ച്ചു കളയുന്നു. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. അങ്ങനെയുള്ള മനുഷ്യരുടെ ജീവിതത്തിൽ വലിയൊരു വ്യത്യാസമുണ്ടാകും, അഭിഷേകമുണ്ടാകും. ദൈവശക്തിയാൽ അവൻ നിറയപ്പെട്ടവനെന്ന് ലോകം സാക്ഷ്യപ്പെടുത്തും. God bless you.